എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. 2025 പുതുവർഷ ഫലത്തിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് എന്താണ്, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. പൊതുവിൽ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയുമൊക്കെ ഈ വർഷം നേടിയെടുക്കാവുന്ന നേട്ടങ്ങളാണ്. സാമ്പത്തികമായ പരാധീനതയൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്ന വർഷമാണ്. ബിസിനസ് പരമായി നല്ല ഉയർച്ചയിലേക്ക് എത്താവുന്ന വർഷമാണ്. സിനിമാ രംഗത്തുള്ളവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവുന്നതാണ്. കലാകായിക മേഖലകളിൽ നിൽക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുവാൻ സാധ്യതയുള്ള വർഷമാണ്. അതുപോലെ തന്നെ കൃഷിഭൂമി കൃഷി ലാഭം ഒക്കെ നേടിയെടുക്കാൻ ഈ വർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് സാധിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്നും ലാഭമില്ല എന്ന് പറയുന്നിടത്ത് ഈ വർഷം നല്ല രീതിയിലുള്ള ലാഭങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ്. അതിൻ്റെ ഓരോ സീസൺ അനുസരിച്ച് വേണം നമ്മൾ ആ കൃഷി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ല മെച്ചം നമുക്ക് കിട്ടാൻ, ഇപ്പോൾ വിലയുള്ളത് നോക്കി എന്താണ് എന്നൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിജയം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഭൂമി വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ ആ ഭൂമിയൊക്കെ വാങ്ങാൻ സാധിക്കും കേട്ടോ. വാഹനം സ്വന്തമായി വാങ്ങുന്നതിനും ഉള്ള വാഹനം മോടി പിടിപ്പിക്കുന്നതിനും ഒക്കെ ശ്രമിച്ചാൽ നടക്കും. വീടിൻ്റെ പണിയൊക്കെ പകുതിയാക്കിയിട്ടിരിക്കുന്നവർക്ക് ബാക്കി പൂർത്തീകരിക്കാനും നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്ന വർഷമാണ്. വിവാഹം, അതുപോലെ തന്നെ സന്താനങ്ങളുടെ പഠന മികവ് ഒക്കെ ഈ വർഷം നടക്കാൻ സാധ്യതയുള്ള വർഷമാണ്. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക്, വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഒരു കാര്യങ്ങളും നടക്കാതെ മൊത്തം തടസ്സമായി നിൽക്കുന്നവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തി ഈ വർഷം ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിവാഹങ്ങൾ നടക്കാനും അതുവഴി നല്ല രീതിയിലുള്ള സമാധാനവും സന്തോഷവും കുടുംബത്തേക്ക് വരാനൊക്കെയുള്ള സാധ്യത കൂടിയ വർഷമാണ്. ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും വിജയം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ 2025 സാധിക്കുന്നതാണ്. ചെറിയ വിഷമങ്ങൾ, ശത്രുപീഡകൾ, രോഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമെങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ചെയ്യില്ല. പൊതുവിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഈ വർഷം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സന്താനങ്ങളുടെ ജോലിയൊക്കെ സ്ഥിരപ്പെട്ട് കിട്ടുന്നതിനും താൽക്കാലികമായ ജോലികളൊക്കെ സ്ഥിരപ്പെട്ട് കിട്ടുന്നതിനുമൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷമാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ അത്ര സമയം അനുകൂലമല്ല, ഇച്ചിരി പ്രതികൂലമായ സമയമാണ്. അതുകൊണ്ട് തന്നെ വിദ്യയിൽ നല്ലതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനുവേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്താൽ അവർക്കും വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ. മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ, കുറേ ടെൻഷനും കുറേ കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് കുറേ പൈസയൊക്കെ കളഞ്ഞിരിക്കുന്നവരായിരിക്കും അവിട്ട നക്ഷത്രത്തിൽ പിറന്ന കൂടിയ ആളുകൾ. അപ്പോൾ അതിനൊക്കെ ഈ വർഷം ഒരു മാറ്റം പൊതുവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി വരാൻ, ഇപ്പോൾ സർക്കാർ ജോലി നോക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് സർക്കാരിൻ്റേതായ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ നിലപാടുണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ. ഭാര്യയുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു നക്ഷത്രക്കാരാണ് അവിട്ടം നാളുകാർ. സ്ത്രീയുടെയാണ് അവിട്ടം നക്ഷത്രമെങ്കിലും ഭർത്താവിൻ്റെ ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം. ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുപ്രകാരം നമുക്ക് ധന നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ ആ കാര്യത്തിൽ നമ്മൾ കൊടുക്കണം. മാനസികമായ ഉല്ലാസങ്ങൾക്കൊക്കെ ഈ വർഷം സമയം കണ്ടെത്താൻ സാധ്യത വളരെ കൂടുതലുള്ള വർഷമാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ടൈം മാറ്റി വെച്ചാൽ നമുക്കത് ഒരിക്കലും മറക്കാത്തൊരനുഭവമാക്കി തന്നെ അത് മാറ്റാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിതമേ ഇനി വേണ്ട, മടുത്തു, എന്തിനാ ജീവിക്കുന്നതെന്നൊക്കെ ചിന്തിച്ച അവിട്ട നക്ഷത്രക്കാരും ഈ കൂട്ടത്തിൽ കാണും. അവർക്ക് എന്തായാലും ഈ വർഷം ഒരു സമാധാന അന്തരീക്ഷം തന്നെയായിരിക്കും. ഏർപ്പെടുന്ന എല്ലാ തൊഴിൽ മേഖലയിലും വിജയിക്കുവാൻ സാധിക്കുന്ന വർഷമാണ്. ഒരു പരിധി വരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആരാധകരൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ ഈ അവിട്ട നക്ഷത്രക്കാർക്ക്. അത്രയും ജീവിത പുരോഗതികൾ നേടി ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ സാധ്യതയുള്ള വർഷമാണ്.
സംഗീത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിനൊക്കെ തൻ്റേതായ ഒരു വ്യക്തി പ്രഭാവം പതിക്കാൻ തന്നെ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണിത്. അപ്പം എങ്ങനെയാണ് സംഗീതമൊക്കെ ഒരു കൈ നോക്കല്ലേ, നമുക്കത് വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണെന്ന് നോക്കിക്കളയാം അല്ലേ. പിന്നെയുള്ളത്, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം നടക്കാൻ സാധ്യതയുള്ള വർഷമാണ്. അതിനൊക്കെ വേണ്ടി അപേക്ഷയൊക്കെ കൊടുത്ത് PSC ഒക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം സാധിക്കുന്നതാണ് കേട്ടോ. മാനസികമായ ഉല്ലാസങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം. ഇല്ല എങ്കിൽ നമുക്കത് പിന്നീട് വലിയൊരു നഷ്ടമായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. ഈ അവിട്ട നക്ഷത്രക്കാർക്ക് എല്ലാവരോടും പറഞ്ഞിട്ടില്ല, അവിട്ട നക്ഷത്രക്കാർ മാറ്റി വെക്കണം എന്ന് തന്നെ പറയുന്നത് പിന്നീട് അവർക്കിതിന് മനപ്രയാസം ഉണ്ടാവാണ്ടിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പൊതുവിൽ നേട്ടങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുമ്പോൾ ആ ഒപ്പം തന്നെ നമുക്ക് പ്രശ്നങ്ങളും ഒന്നിനൊന്ന് മുന്നിലുണ്ടാകും എന്നുള്ള ഒരു വിചാരം കൂടി വേണം. നമ്മൾ പറയുന്ന പോലെ എപ്പോഴൊക്കെ നമുക്ക് ഗുണം വരുന്നോ അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ 4 ഇരട്ടി 10 വിടർത്തി മുന്നിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഗുണമാണ് എങ്കിൽ അപ്പോൾ ഉണ്ടാകും ദോഷം. അതൊരു എന്താ പറയുക, രാത്രിക്ക് ഇരുട്ടിന് രാത്രി പകരം ഉള്ളതല്ലേ, അതുപോലെ തന്നെയാണ് ജീവിതവും. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതാണല്ലോ, അപ്പോൾ ഈ വർഷം ഞാനിനി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും അനങ്ങാതിരിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നാലേ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തതിൻ്റെ അപ്പുറം പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലുണ്ടാവുക. അതെന്തുകൊണ്ടാണെന്നറിയാം, ഒരു ഗുണമുണ്ടെങ്കിൽ അതിലൊരു ദോഷമുണ്ടാവും, ദോഷമുണ്ടെങ്കിൽ ഗുണമുണ്ടാവും. ഇത്രയും നല്ല ഫലങ്ങളെല്ലാം വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരാനും സാധ്യതയുണ്ട്. അപ്പം അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള നിഷ്ഠയോടുകൂടിയുള്ള കൃത്യതയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുന്നത് നമ്മൾക്ക് ഗുണം ചെയ്യും. അതുപോലെ ദാനം ഏതാപത്തിനെയും തരണം ചെയ്യുന്നതാണ്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള ദാനധർമ്മങ്ങൾ നമ്മൾ ദാനം ചെയ്യുക. വിശക്കുന്നവനാണ് ഭക്ഷണം കൊടുക്കേണ്ടത് കേട്ടോ. വയറ് നിറഞ്ഞിരിക്കുന്നവൻ ഇന്ന് ഞാൻ ദാനം തരാൻ വന്നാന്നും പറഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. കൂടുതലും ഈ വർഷം നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക ഒക്കെ ചെയ്യുന്നത് ഉത്തമ ഫലം തന്നെ നമുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അവിട്ട നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയും മനസ്സുഖവും ആത്മസുഖവും സന്തോഷവും ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.